ഇതിഹാസ തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ വിട പറഞ്ഞു. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹം. സാക്കിർ ഹുസൈൻ അന്തരിച്ചതായി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഉൾപ്പെടെ ഇന്നലെ രാത്രി ട്വീറ്റ് ചെയ്തതോടെ രാജ്യമെങ്ങുമുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. എന്നാൽ കുടുംബം ഈ വാർത്ത നിഷേധിച്ച് രംഗത്ത് വന്നു. പിന്നീട് രാവിലെയോടെ കുടുംബാംഗങ്ങൾ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് സാക്കിർ ഹുസൈന്റെ മരണം കുടുംബം സ്ഥിരീകരിച്ചത്. ഉസ്താദ് സക്കീർ ഹുസൈൻ എന്ന സാക്കിർ ഹുസൈൻ താളത്തിന്റെയും ചാരുതയുടെയും പര്യായമാണ്. 3 പത്മ പുരസ്കാരങ്ങളാലും ആദരിക്കപ്പെട്ട ഹുസൈൻ ഇന്ത്യയുടെ സമ്പന്നമായ സംഗീത പാരമ്പര്യത്തിന്റെ സാക്ഷ്യപത്രമായിരുന്നു. 1951 മാർച്ച് 9 മുംബൈയിലെ സംഗീതജ്ഞരുടെ കുടുംബത്തിൽ ജനിച്ച സാക്കിർ ഹുസൈൻ ഇതിഹാസനായ ഉസ്താദ് അലാ രഖ ഖാന്റെ മകനാണ്. പ്രാർത്ഥനയ്ക്കുള്ള ആദ്യ വിളി അവന്റെ കുഞ്ഞു കാതുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പിതാവ് അവനെ തബലയുടെ താളങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. സക്കീർ ഹുസൈൻ തന്റെ ബാല്യകാലം ചെലവിട്ടത് മുംബൈയിലാണ്. തന്റെ സ്വതസിദ്ധമായ സംഗീത പ്രതിഭയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷമായിരുന്നു മുംബൈയിൽ സാക്കിറിന് ലഭിച്ചത്. 7ാം വയസ്സിൽ സരോദ് വിദഗ്ധൻ ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം ഏതാനും മണിക്കൂർ അച്ഛന് പകരക്കാരനായി. അതായിരുന്നു ആദ്യ വാദനം. 12ാം വയസ്സിൽ ബോംബെ പ്രസ് ക്ലബിൽ 100 രൂപയ്ക്ക് ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം സ്വതന്ത്രമായി തബല വായിച്ച് സംഗീത ലോകത്ത് വരവറിയിച്ചു. ഇതോടെ അസാധാരണമായ തബല വൈദഗ്ധ്യം കൊണ്ട് അദ്ദേഹം സംഗീത ലോകത്ത് തന്റെ അസാമാന്യ പ്രയാണം ആരംഭിക്കുകയായിരുന്നു. ഔപചാരിക വിദ്യാഭ്യാസത്തിനൊപ്പം കലയും കൂടെ കൂട്ടുകയും സംഗീത വ്യവസായത്തിലെ അറിയപ്പെടുന്ന വ്യക്തിയായി സാക്കിർ മാറുകയും ചെയ്തു. ആദ്യ ആൽബമായ ലിവിംഗ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് 1973 പുറത്തിറങ്ങിയത്. ഇത് സാക്കിറിന് നല്ലൊരു തുടക്കമായിരുന്നു. 1979 മുതൽ 2007 വരെ അദ്ദേഹം നിരവധി ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളുടെയും ആൽബങ്ങളുടെയും ഭാഗമായിരുന്നു. തബലയുടെ ചടുലമായ താളങ്ങളും സങ്കീർണമായ പാറ്റേണുകളും കൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സാക്കിറിന് സാധിച്ചു. 6 പതിറ്റാണ്ട് നീണ്ടുനിന്ന തന്റെ കരിയറിൽ നിരവധി പ്രശസ്ത ഇന്ത്യൻ അന്തർദേശീയ കലാകാരന്മാരുമായി സഹകരിക്കാനുള്ള അവസരവും സാക്കിറിന് ലഭിച്ചു. ഇംഗ്ലീഷ് ഗിറ്റാറിസ്റ്റ് ജോൺ മക്ലാഫിൻ, വയലിനിസ്റ്റ് എൻ ശങ്കർ, താളവൈദ്യ വിദഗ്ധൻ TH വിക്കു വിനായക്രം എന്നിവരോടൊപ്പമുള്ള 1973 തകർപ്പൻ മ്യൂസിക്കൽ പ്രോജക്റ്റാണ് ശ്രദ്ധേയമായത്. ഈ സഹകരണം ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ ജാസുമായി ലയിപ്പിച്ചു. അക്കാലത്ത് അത്ഭുതപൂർവമായ ഒരു ഫ്യൂഷൻ ശൈലി സൃഷ്ടിക്കാനും സാക്കിറിന് സാധിച്ചു. ഈ വർഷം ആദ്യ ഗ്രാമി അവാർഡ് നേടിയ ശക്തി എന്ന ബാൻഡിന്റെ ഭാഗമായിരുന്നു സാക്കിർ ഹുസൈൻ. പൗരസ്ത്യ പാശ്ചാത്യ സംഗീതജ്ഞരെ ഒന്നിപ്പിച്ച ഈ ബാൻഡ് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ ജാസ്, റോക്ക് എന്നിവയുമായി സംയോജിപ്പിച്ചുകൊണ്ട് സാംസ്കാരിക അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് ഒരു മാസ്മരിക ശബ്ദദൃശ്യം സൃഷ്ടിച്ചു. ജോൺ മക്ലാഫ്ലിൻ, ശങ്കർ മഹാദേവൻ, വി സെൽവഗണേഷ്, ഗണേഷ് രാജഗോപാലൻ തുടങ്ങിയ പ്രശസ്ത കലാകാരന്മാരും തബല മാസ്ട്രോയും ഇതിന്റെ ഭാഗമായിരുന്നു. 1991 2009 ഗ്രാമി പുരസ്കാരം ലഭിച്ചു. കഴിഞ്ഞ ഗ്രാമി പുരസ്കാര വേദിയിലും സാക്കിർ ഹുസൈൻ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെന്റൽ ആൽബം, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം പങ്കിട്ടത്. മൺട്രോ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയർ, വാനപ്രസ്ഥം എന്നിവയുൾപ്പെടെ ഏതാനും സിനിമകൾക്കും സംഗീതം നൽകിയിട്ടുണ്ട്. ഹീറ്റ് ആൻഡ് ഡസ്റ്റ്, ദ പെർഫെക്റ്റ് മർഡർ, മിസ് ബ്യൂട്ടീസ് ചിൽഡ്രൻ, സാസ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രശസ്ത കഥക് നർത്തകിയായ അന്റോണിയോ മിനോക്കോളയാണ് ഭാര്യ. അനീസ ഖുറേഷിയും ഇസബella ഖുറേഷിയുമാണ് മക്കൾ. 1988 പത്മശ്രീയും 2022 പത്മഭൂഷണും 2023 പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു.